ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്ളോഗായിട്ടാണ്. ഡേ ഇൻ മൈ ലൈഫാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു ഡേയുടെ കംപ്ലീറ്റ് വിശേഷങ്ങളല്ല ഞാൻ ഷെയർ ചെയ്യുന്നത്. മറിച്ച് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോകുന്നുണ്ട്. വൺ ഡേ ഓവർനൈറ്റ് സ്റ്റേ ആയിട്ട് ഒരു ട്രിപ്പ് പോകുന്നുണ്ട് നാളെ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങി. അതാണ് ഒരു സ്റ്റാർട്ടിങ് ഒരു പ്രോപ്പർ അല്ലാണ്ട് ഞാൻ പാക്ക് ചെയ്യണ വീഡിയോ ആണ് ഫസ്റ്റ് തന്നെ എടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം വലിയൊരു ലഗേജ് ബോക്സിൽ ഞാൻ പാക്ക് ചെയ്തു. കാരണം എപ്പോഴും നമ്മൾ ചിന്തിക്കില്ലോ, അയ്യോ ഇൻ കേസ് നമുക്ക് ഒരു ഡ്രസ്സ് കൂടി ആവശ്യം വന്നാലോ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ പാക്ക് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി ഇത്ര ഡ്രസ്സിൻ്റെ ആവശ്യമില്ലയെന്ന്. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ മാറ്റി ഒരു ഷോൾഡർ ബാഗിലേക്ക് പാക്ക് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ നാളേക്ക് നമ്മൾ ഫുഡ് കൊണ്ടുപോകുന്നുണ്ട്. ഉച്ചക്കിലേക്ക് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി കൈപ്പിടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ കേരള ഫുഡ് കഴിച്ചാലാണ് മനസ്സൊരു സന്തോഷമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കൈ പിടിക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് ഉണ്ടാക്കാനല്ല, എനിക്കൊരു ഗിഫ്റ്റ് ഇവിടെ ഒരാൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ വീട് മൊത്തത്തിൽ അരിച്ച് പെറുക്കി കിട്ടാണ്ടായപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ചൂടുള്ള സ്ഥലത്താണെന്ന്. അപ്പോൾ പിന്നെ കിച്ചണാണുള്ള ചൂടുള്ള സ്ഥലം. പക്ഷേ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വരെ തപ്പി അവസാനം എനിക്ക് ചിപ്സൊക്കെ ഇട്ട് വയ്ക്കണ ബോക്സിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടോ. അപ്പോൾ ഇത് പാൻഡോറയുടെ 2 ചാമായിരുന്നു. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ തന്നതാണ്. അത് 2 ചാമുണ്ടായിരുന്നു. ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു ചാമും പിന്നെ നല്ല ഭംഗിയുള്ള വേറൊരു ചാമും. അപ്പോൾ ഈ ഹാർട്ട് ഷേപ്പിൻ്റെ ചാമ് ഇപ്പം ഇങ്ങനെ റെഡ് കളറായിട്ടിരിക്കും. പക്ഷെ നമ്മുടെ കയ്യിൻ്റെ ചൂട് വരുമ്പോൾ അതിലൊരു കോട്ട് എഴുതി വരും കേട്ടോ, ഐ ലവ് യു ഓൾവേസ് എന്നിട്ട്. അപ്പം അങ്ങനെ വരുന്ന ഏട്ടൻ പിന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇട്ടിട്ട് ഉരച്ച് നോക്കിയതാണ്. അതൊക്കെ കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം. അത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടുമ്പോൾ നല്ല സന്തോഷമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. 1-2 സാധനങ്ങൾ മേടിക്കുന്നുണ്ടായിരുന്നു. ഇത് ഒരു മലയാളി ചേട്ടൻ്റെ കടയാണ്. ഇവിടെ 1-2-3 ഒക്കെ ഉണ്ടാവും കേട്ടോ, തനി മലയാളി ഇന്ത്യൻ സ്റ്റോറുകൾ. പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റോറുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടേക്കാണ് വരാറ്. കാരണം ഇവിടെ നമുക്ക് ഈവനിങ് ടൈം ആകുമ്പോൾ നമ്മുടെ നാടൻ സ്നാക്സ് കിട്ടും. അതായത് പരിപ്പ് വട, ബോണ്ട, ഉഴുന്നുവട അതൊക്കെ കിട്ടും. അപ്പോൾ അതുകൂടിയും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വരാറ് ഇങ്ങോട്ട്. പിന്നെ ഇവിടെ ഒക്കേഷണലി നമ്മുടെ നാടൻ ഫുഡുകളും പ്രിപ്പയർ ചെയ്തിട്ട് ഇവർ കൊണ്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചതേ നമ്മൾ വീടെത്താറായി. അപ്പോൾ ഇതാണ് കേട്ടോ പെർത്ത് സിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റിക്ക് അടുത്ത് തന്നെയാണ് കേട്ടോ താമസിക്കണേ. അപ്പോൾ വന്ന് ഞാൻ പിന്നെ നേരെ അടുക്കളയിൽ കുക്കിങ്ങിലോട്ട് കിടന്നു. കാരണം ഇപ്പോൾ തുടങ്ങിയാലാണ് ഒന്ന് കഴിഞ്ഞ് നമുക്ക് നേരത്തെ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. കാരണം നാളെ നേരത്തെ പോകണം. ഒരു 3.5 hours നമുക്ക് ഡ്രൈവ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തേണ്ടി വരും. നമ്മൾ സാധാരണ ഈ റൂട്ടിൽ പോകുമ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുക. പക്ഷേ നമുക്ക് അത് വിശപ്പടക്കാന്നല്ലാണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും അത് മനസ്സിലത്ര സന്തോഷം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ 1 day ഓവർനൈറ്റ് സ്റ്റേ ആണല്ലോ, അപ്പോൾ എന്തായാലും കുറേ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പറ്റുന്നത് വീട്ടിൽ നിന്ന് എടുക്കാമെന്ന് ചോദിച്ചു. കാരണം നമ്മുടെ വയറും നന്നായിട്ട് ഇരിക്കണമല്ലോ യാത്ര പോകുമ്പോൾ. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടൻ ഫുഡിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ പൊതിച്ചോറാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പൊതിച്ചോറിൽ ഞാൻ ബീട്രൂട്ട് ഉപ്പേരി, അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ ഉപ്പേരി, പിന്നെ നാളികേരമൊന്നും ഒഴിക്കാത്ത മോരുകറി, കുമ്പളങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുമ്പളങ്ങ മോരുകറി, അച്ചാറും പിന്നെ പപ്പടമൊന്നുമില്ല കേട്ടോ, സോറി, ഒരു ബുൾസൈ അത് നാളെ കാലത്ത് ഉണ്ടാക്കി ഞാൻ പാക്ക് ചെയ്യുമ്പോൾ പിടിക്കാമെന്ന് വിചാരിച്ചോണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ ഞാൻ അവിടെ കുഞ്ഞൊരു ഉരുളി കണ്ടു. ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ലെങ്കിലോ, പിന്നെ നമ്മൾ അത് കൊണ്ടുവരലും ലഗേജും എൻ്റെ ഫുള്ളായിരുന്നു. അപ്പോൾ മേടിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ ഇന്ന് പോയപ്പോൾ കുഞ്ഞ് ഉരുളി കണ്ടു. അപ്പോൾ അത് നമ്മുടെ അടുപ്പിനും പാകമാണ്, കുക്കിംഗ് റേഞ്ചിൽ വെക്കാനും പറ്റും. പിന്നെ ചെറുതായതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് മേടിച്ച് അതിൽ ഞാൻ നമ്മുടെ ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ. പിന്നെ നല്ലോണം നാളികേരമൊക്കെ ഇട്ടിട്ട് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കി. കാരണം ബീട്രൂട്ട് അധികം ഞങ്ങൾക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അതും പൊതിച്ചോറിൻ്റെ കൂടെ ആകുമ്പോൾ അത് ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ കുമ്പളങ്ങ വെച്ചിട്ട് നാളികേരമൊന്നും പിഴിയാണ്ട് നല്ല തിക്കായിട്ട് തന്നെ ഒരു മോര് കൂട്ടാൻ കൂടി ഉണ്ടാക്കി കേട്ടോ. പിന്നെ വൈകുന്നേരം നമ്മൾ അവിടെ പോയിട്ട്
ഫ്രൈ ചെയ്യാൻ വേണ്ടി സാൽമൺ നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് സാൽമണും അതുപോലെ ചിക്കനും എടുക്കുന്നുണ്ട്. അവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ഇത്തിരി ഉള്ളിലോട്ടായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഓപ്പൺ ആവാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മളവിടെ എത്തി അത് മേടിക്കാനൊക്കെ പുറത്ത് പോകേണ്ടി വരും. അപ്പം പിന്നെ ഞങ്ങൾക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ, കാരണം നമുക്ക് അതൊരു ഫാം ഹൗസാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ പിന്നെ അവിടെ വേറെ ആക്ടിവിറ്റി ഒന്നും നമുക്ക് ചെയ്യാമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാം. ഒരു Airbnb ആണ് കേട്ടോ. Airbnbയിൽ നമ്മൾ ബുക്ക് ചെയ്തൊരു ഫാം ഹൗസാണ്. അപ്പോൾ ഇത് പിറ്റേ ദിവസമായിട്ടോ, ഞാൻ ബാക്കിയൊന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ പിറ്റേ ദിവസം നമ്മളിത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ കുഞ്ഞി ഉറക്കപ്പിച്ചേന്ന് എണീറ്റ് വന്ന് അവൾക്ക് കുറച്ച് ഫുഡ് കൊടുത്ത് നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇറങ്ങി നേരെ പോവാണ്, വേറെ ഇനി എവിടെയും സ്റ്റോപ്പില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം എവിടെയെങ്കിലും നിർത്തും കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ നമുക്കൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്കൊക്കെ ഇങ്ങനെ നമുക്ക് പാർക്കിങ്ങിൻ്റെ സ്ഥലം പോലെ ഇങ്ങനെ പാർക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ഹൈവേസിൽ ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഇരിക്കാനും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിത് ജനുവരിയിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് ഓവറായി. പക്ഷേ ആ സമയത്ത് ചൂടുണ്ടായിരുന്ന സമയമായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. സണ്ണ് പുറത്തേക്ക് വന്നിട്ടേ ഇല്ല. നല്ലൊരു മൂടി കെട്ടി നിൽക്കുന്നൊരു ക്ലൈമറ്റ്. അതുകൊണ്ട് യാത്ര നല്ല സുഖമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ സൺലൈറ്റ് അടിച്ചിട്ട് നമ്മൾ ടയേർഡായ പോലെ തോന്നും. ഇത് സൺലൈറ്റ് ഇല്ല, എന്നാൽ മഴയുമില്ല. നല്ല ഒരു നല്ല കാലാവസ്ഥയായിരുന്നു. പിന്നെ പോണ വഴിക്കൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. കുറേ ഫാമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അതിങ്ങനെ നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫാമിങ് ഏരിയ, അതായത് നമ്മുടെ ഈ ഫാം ഹൗസിൻ്റെ ഓണർ പറഞ്ഞത് പെർത്തിലോട്ടുള്ള മിക്ക ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് അത്ര അവർ കൊണ്ടുപോകുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ പെർത്തിനേക്കാൾ എപ്പോഴും കുറച്ച് സെൽഷ്യസ് കുറവായിരിക്കും. പെർത്തിൽ ചൂടാന്ന് വെച്ചാൽ ഇവിടെ ഇത്തിരി കൂടിയും ഡൗൺ ആയിരിക്കും ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതാണ് നമ്മുടെ ഫാം ഹൗസ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച ഒരു വീഡിയോ എടുത്തു കേട്ടോ ഫാം ഹൗസിൻ്റെ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വ്യൂവും ഈ ഒരു വീടും. കാരണം നമ്മളെപ്പോഴും നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയൊന്നും ആവില്ലല്ലോ ചിലപ്പോൾ നേരിട്ട് കാണുമ്പോൾ. അങ്ങനെ പോണ്ടുണ്ടെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലത്തെ ഒരു സൂപ്പർ വ്യൂ ആയിരിക്കുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വെർത്തായിരുന്നു ആ ഒരു നമ്മൾ പേ ചെയ്ത കാശിന്. 2 ബെഡ്റൂംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അടിപൊളിയായിട്ട്, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി സൂപ്പറാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇതിൻ്റെ ഓണർ തൊട്ടപ്പുറത്ത് തന്നെ താമസിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊരു 250 ഏക്കേഴ്സിന് മേലെയുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അതിൽ ഉള്ളൊരു ഫാം ഹൗസാണ് കേട്ടോ. അപ്പോൾ അവിടെ പോണ്ടിൽ ഉള്ള ലോബ്സ്റ്റേഴ്സൊക്കെ ഫിഷ് ടാങ്കിൽ പിടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മേടിക്കുകയൊക്കെ ചെയ്യാം. ആളത് വന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് കിച്ചൺ. പിന്നെ ഒരു ഹോളുണ്ട്, TV ഉണ്ട്, ഇഷ്ടംപോലെ കളിക്കാനുള്ള ടോയ്സ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. കോഫി മേക്കർ അടക്കം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ 2 ഡോഗ്സ് ഉണ്ട്. അത് നല്ല നല്ല ഡോഗ്സ്, ഭയങ്കര മാന്യന്മാരായ 2 പട്ടികളായിരുന്നു കേട്ടോ. ഒരെണ്ണം ആണും ഒരെണ്ണം പെണ്ണുമായിരുന്നു കേട്ടോ. അവർ വരും കുറച്ച് കഴിഞ്ഞാൽ. ആ വിശേഷങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം. കണ്ടോ, ഇത് സൂപ്പർ വ്യൂ ആണ്. പിന്നെ ഒരു പോണ്ടല്ല കേട്ടോ, ഒരു 2-3 പോണ്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ അവർ കുട്ടികളെ അനുവദിക്കില്ലായിരുന്നു. പിന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവർ നമുക്ക് ഈ ഒരു Airbnb ഫാം ഹൗസ് തന്നത്. കാരണം സേഫ്റ്റി പ്രശ്നങ്ങൾ കാരണം പോണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ കുട്ടികളെ അവർ ഇവിടെ അനുവദിക്കില്ല. പക്ഷെ ഞാൻ അവർക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടാണെന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ നമുക്ക് തന്നത്. ഒരു ബെഡ്റൂം പുറത്താണ്. പുറത്ത് മീൻസ് നമ്മുടെ മെയിൻ ഇതിലല്ല, നമ്മുടെ ലിവിങ് ഹാളിൽ നിന്നൊക്കെ പുറത്തേക്ക് കിടന്നിട്ട് വേണം അടുത്ത ബെഡ്റൂമിൽ പോകാൻ. അതുപോലെ ബാത്റൂമും പുറത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ബാർബിക്യൂ ചെയ്യാനൊക്കെയുള്ള നല്ല അടിപൊളി സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ഒരുപാട് ഹൈ ആയിട്ട് നിന്നൊരു സ്ഥലമായിരുന്നു. നമ്മൾ നന്നായി എൻജോയ് ചെയ്തു. നമ്മൾ എന്ത് പർപ്പസിനാണോ വന്നത് അത് ശരിക്കും നമുക്ക് ആ പർപ്പസിനുള്ള ഒരു വെർത്തായിട്ടോ. കാരണം നമ്മളൊരു നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ, അതുപോലെ മനസ്സൊക്കെ ഒന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ബാത്റൂം ആയാലും നല്ല അടിപൊളിയായിട്ട് ആൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു.
അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാൻ, കാരണം എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. അപ്പോൾ ഇതേ കുഞ്ഞി ബോളും കൊണ്ടിട്ടാണ് വന്നേക്കണേ, കുഞ്ഞി കളി തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.